നമ്മുടെ തറവാട്ട് വകയായി ദേവിക്ക് ചാർത്താൻ ഒരു വൈരമാല കൊടുക്കുന്ന ചടങ്ങാ. വരുന്നില്ലെങ്കിൽ വരണ്ട, നീ വാ മോളെ. അമ്മേ, അവക്കൊട്ടും സുഖമില്ലെങ്കിൽ നിർബന്ധിക്കണ്ടേ? പിന്നെന്തിനാ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്? കുടുംബക്ഷേത്രത്തിലെ ഉത്സവ ഞങ്ങളും വരുന്നു അവിടെ കിടന്ന് ചാടിയപ്പോഴാ ഇങ്ങോട്ട് കൂട്ടിയത്. അല്ലെങ്കിൽ ഞാൻ അഭിമാനയും സ്മൃതിയും കൂട്ടി വരാനിരുന്നതാ. ഒന്നും നടന്നില്ല. അമ്മയ്ക്ക് നീ പറഞ്ഞത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. വൈരനെക്ലസേ ജാനകി എടുത്തി സമർപ്പിക്കട്ടെ. ഞാൻ വന്നാ ചിലപ്പോ ആ മാല തന്നെ അപ്രത്യക്ഷമായെന്ന് വരും. അല്ലെങ്കിലും ചേട്ടാ, ദേവിക്ക് എന്തിനാ ഇത്രയും ലക്ഷങ്ങളുടെ മാല? വല്ല തെറ്റിമാലയും കെട്ടിയിട്ടാ പോരെ? ആരോട് പറയാന്? അക്കൗണ്ടിൽ ഒരു 3500 മിസ്റ്റേക്ക് കണ്ടതിനാ പണ്ട് എന്നോട് കിടന്ന് ചാടിയത്. 13 ലക്ഷത്തിന്റെ വൈരമാണ്. ഡോക്ടർ എന്താ ഡോക്ടർ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ഓ, ടീച്ചർ എത്തിയല്ലോ, ആശ്വാസമായി. സ്വാമിയച്ചനെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. ആ പയ്യനില്ലേ, തന്റെ കുട്ടൻ, അവൻ ആകെ വയലന്റായി. അയ്യോ, മരുന്ന് കൊടുക്കാൻ ചെന്ന നേഴ്സിന്റെ കൈ കടിച്ചു മുറിച്ചു. എന്തെങ്കിലും അത്യാവശ്യം വന്നാ ദേവിയെ വിളിച്ചാൽ മതിയെന്ന് സ്വാമിയച്ചൻ പറഞ്ഞിരുന്നു. അയ്യോ, താൻ കുട്ടനോട് നല്ല കൂട്ടാണല്ലോ. ഡോക്ടർ വിളിച്ചോണ്ടാ ഞാൻ പെട്ടെന്ന് ഓടി വന്നത്. ഇന്ന് ഞങ്ങളുടെ കാളിക്ഷേത്രത്തില് ഉത്സവം തുടങ്ങുക. അവിടെ വിശേഷാൽ പൂജയും ചടങ്ങും ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് പെട്ടെന്ന് പോയേ പറ്റൂ. അല്ല ഡോക്ടർ, കുട്ടൻ എവിടെയാ? ഓ, ഒന്നും പറയണ്ട. വയലന്റായി ഇവിടെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോ മുറിക്കകത്ത് പൂട്ടിയിട്ടു. ടീച്ചർ വന്നേ. കുട്ടൻ എന്താ മരുന്ന് കുടിക്കാത്തെ? മരുന്ന് കുടിച്ചാലല്ലേ അസുഖം പെട്ടെന്ന് മാറുള്ളൂ. ആ മരുന്ന് മൊത്തം കയ്പാ. ഇവരുണ്ടല്ലോ, കുട്ടന്റെ കൈ പിടിച്ച് ഞെക്കി കവളിങ്ങനെ വാങ്ങി തുറന്ന് പിടിച്ചു. അപ്പൊ എനിക്ക് കഴിവെടുത്തു. അയ്യോ, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കുട്ട. ആ സിസ്റ്റർ കുട്ടന്റെ അസുഖം മാറാനല്ലേ ഈ മരുന്ന് തരുന്നത്. ഇനി അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ. ഈ മരുന്നും കുടിച്ചേ. ഇല്ല, മരുന്ന് കുടിക്കേ. കുട്ടു മരുന്ന് കുടിക്കാം, പക്ഷെ ഇവിടെ വെച്ച് കുടിക്കൂല. ഏഞ്ചലിനെ പുറത്തുണ്ടായി അപ്പൊ ഞാൻ കുടിക്കാം. കുട്ടനെ പാർക്കിൽ കൊണ്ടുപോകണം, ഐസ്ക്രീം കഴിക്കാൻ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ കുട്ടനെ മരുന്ന് കഴിക്കാം. കുഴപ്പമില്ല, ഇപ്പൊ ആള് നോർമലാ. പക്ഷെ മരുന്ന് കുടിപ്പിക്കണം. അധികം ദൂരമൊന്നും പോകരുതെന്ന് മാത്രം. ഓക്കെ. ഏഞ്ചലിന്റെ എന്താ വീട്ടിൽ വരാത്തെ? ഞാൻ പറഞ്ഞില്ലേ, വീടിന്റെ മുറ്റത്ത് വലിയൊരു മരമുണ്ട്. അവിടെ തേനീച്ചക്കൂടുണ്ട്. ഞാൻ ഒരു ദിവസം ഏഞ്ചലിനെ കൊണ്ടുപോട്ടെ. ആയിക്കോട്ടെ, ഇവിടെ ഇരിക്കാം നമുക്ക്. നോക്കി നോക്കട്ടെ നോക്കട്ടെ, ബാഗ് നോക്കട്ടെ. ഹായ്, പൈസ. ഇതിൽ കൊറേ പൈസ ഉണ്ടല്ലോ. എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ? ആദ്യം മരുന്ന്, പിന്നെ ഐസ്ക്രീം. ഹായ് ക്യൂട്ടസ്, എനിക്ക് തരുമോ? കയ്യിലെ നഖത്തിലെ ക്യൂടെക്സ് ഇട്ടാലേ എന്തേലും കഴിക്കുമ്പോ ഉള്ളില് പോയില്ലേ? എന്നാ കാലിട്ടെന്നാ. അതെല്ലാം മരുന്ന് കുടിച്ചാ മാത്രം. കുടിക്കേ. ഇനി ക്യൂട്ടസ് ഇട്ടാ.
അത് ശരി, ഇവനുമായി അടുപ്പത്തിലായതുകൊണ്ടായിരിക്കും എനിക്ക് ഇവള് പിടിതരാത്തത്. ഏതാ ഇവൻ? മുമ്പ് ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഈ വരലില്ലേ? കഴിഞ്ഞു കുട്ടാ. ഇനി ഏഞ്ചലിന് പോണം. അപ്പൊ ഐസ്ക്രീമോ? ആ, ഐസ്ക്രീം കിട്ടണെങ്കിലേ ദൂരെയുള്ള കടയിൽ പോണം. വായനയ്ക്ക് നമുക്ക് താടിയപ്പന്റെ അടുത്തേക്ക് പോവാം. കുട്ടനെ അവിടെ ആക്കിയിട്ട് ഞാൻ കടയിൽ പോയി ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരാം. എന്നാ ഞാൻ വരാം. അയ്യോ, അത് പറ്റില്ല. ഞാൻ ഉറപ്പായിട്ടും വാങ്ങിക്കൊണ്ട് വരാം. വാ, നമുക്ക് താടിയപ്പന്റെ അടുത്തേക്ക് പോവാം. കുട്ടൻ നല്ല കുട്ടിയല്ലേ? അപ്പൊ എഴുന്നേക്ക്. എന്നെ പറ്റിക്കരുത്. ഐസ്ക്രീം കൊണ്ടുവന്നേ. പ്രോമിസ്? പ്രോമിസ്. ഇപ്പൊ എഴുന്നേക്ക്. എന്നാ പോവാ. വാ വാ, നോക്കി വാ. ഞാനും നോക്കി നടക്കും. വാ. സൂക്ഷിച്ച് ഓടല്ലേ കുട്ടാ. ഇവനെ കൈയോടെ പൊക്കണമല്ലോ. ഇതെന്താ കാണിക്ക സമർപ്പണം തുടങ്ങാത്ത? അതിന് ഇനി മുഹൂർത്തം വല്ലതുണ്ടോ? ആദ്യത്തെ കാണിക്ക സമർപ്പിക്കുന്നതിനായി പൊന്നാരം തോട്ടത്തെ ഭാർഗവ്യമ്മ എത്തുന്നുണ്ട്. ആയമ്മ കൂടി എത്തിയിട്ട് പോരെ ചടങ്ങ്. വിരോധാച്ചാ തുടങ്ങാം. ഭാർഗവമ്മ വരട്ടെ, എന്നിട്ട് മതി. ഓ, അവരിനി എപ്പോഴാണാവോ എഴുന്നള്ളുന്നത്? അമ്മയൊന്നും മിണ്ടാതിരിക്കട്ടോ മുത്തശ്ശ. അവര് വരുന്നുണ്ട് മുത്തശ്ശ. ആ, എത്തിയല്ലോ. ഹായ്. നിനക്കെങ്ങനെയാടി പൊന്നാരം തോട്ടത്തെ ചെക്കനുമായിട്ട് പരിചയം? ഞാനൊന്ന് പറഞ്ഞില്ലേ, ഈ റഷ്യ അന്ന് കാറിൽ വന്നപ്പോ എന്റെ ഡ്രസ്സിനൊക്കെ ചെളി തെറിപ്പിച്ച. അപ്പൊ തന്നെ വേറെ ഡ്രസ്സും മേടിച്ചിരുന്നു. വിടണ്ട, മുറുകെ പിടിച്ചോ. പുളിങ്കൊമ്പോ കോടീശ്വര കുടുംബോ. മോളെ, ഞാനങ്ങോട്ട് പോയിട്ട് വരാം. അമ്മേ ഭഗവതി. അയ്യോ മോളെ, നോക്ക്, ആ വൈരത്തിന്റെ തിളക്കം നോക്കിയേ. എന്റെ അമ്മേ, ലക്ഷങ്ങളുടെ വില വരും. പിന്നല്ലാതെ. എന്റെ കുട്ടമ്മോന്റെ അസുഖം ഭേദമാക്കി തരണേ. ഈ വൈരമാല നടക്കിൽ സമർപ്പിക്കുന്നത് എന്റെ കൊച്ചുമോന് വേണ്ടിയാ. എത്രയും പെട്ടെന്ന് അവന്റെ അസുഖം മാറ്റിത്തരണേ അമ്മേ മഹാമായേ. മുത്തശ്ശ, ചേച്ചി കാണുന്നില്ലല്ലോ. മുത്തശ്ശനെ വിളിച്ചു നോക്കേ. താമസിക്കാണെങ്കിലേ നമ്മുടെ കാണിക്ക മുത്തശ്ശനെ സമർപ്പിക്കാലോ. സമയമുണ്ടല്ലോ. ദേവിയെ മോളല്ലേ അമ്പലത്തിലെ പട്ടുമുളയൊക്കെ എടുക്കുന്നത്. മോള് വരട്ടെ. ആ, ഞാനൊന്ന് വിളിച്ചു നോക്കാം. ശരി മുത്തശ്ശ. ഹലോ മോളെ, ഇവിടെ ചടങ്ങെല്ലാം തുടങ്ങി. നീ എന്താ ലേറ്റ് ആവുന്നത്? ഞാനിപ്പോ അങ്ങ് എത്തും. ഒരു 5 മിനിറ്റ് പോലും എടുക്കില്ല.
ചടങ്ങ് നടക്കട്ടെ. കാണിക്ക മുത്തശ്ശൻ സമർപ്പിച്ചില്ലേ? അതൊക്കെ മോള് വന്നിട്ട് ആഹാവെന്ന് വെച്ചു. ഞാനിപ്പ എത്തും മുത്തശ്ശ. ഞാൻ എത്തിയാലും മുത്തശ്ശൻ തന്നെ കൊടുക്കണം, അതാ അതിന്റെ ശരി. ശരി, ഞാൻ ഫോൺ വെക്കട്ടെ, വണ്ടിയില്ല. നീ വേഗം വാ മോളെ. എന്താ? ഒന്ന് പുറത്തേക്ക് വാ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഇപ്പോഴും ഞാൻ വരില്ല. ഒന്ന് വാ. അവൻ എന്തിനാടി ഗോപികയുടെ രഹസ്യം പറയുന്നത്? ഇപ്പൊ ഇതിനിടയിൽ നിന്ന് എങ്ങോട്ട് വരാനാ? അവർ തമ്മിൽ അറിയോ? ആ, അവൾക്കും റഷ്യയിലൊരു നോട്ടമുണ്ട്. വിട്ടുകൊടുക്കരുത്, വിടാതെ പിടിച്ചോണം. ദേവിക്ക് ഇത്രയും വിലയുള്ള വൈരമാല കൊടുക്കണമെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? നീ ഇങ്ങനെ വായി നോക്കി നിൽക്കത്തേ ഉള്ളൂ. അസുഖം മാറ്റിത്തരാം, ദേവി തന്നെ അവനുള്ള പെണ്ണിനെയും കണ്ടെത്തി തരാമെന്ന് ഏറ്റതല്ലേ? നീലമന തിരുമേനിയെ ഉറപ്പിച്ചു പറഞ്ഞു. അമ്മേ, കുട്ടന്റെ പെണ്ണിനെ കാണിച്ചു തരണോന്ന് പറഞ്ഞില്ലേ അമ്മേ? മഹാമായേ, ആ കുട്ടിയെ എത്രയും വേഗം എനിക്ക് കാണിച്ചു തരണേ. എന്തായിരുന്നു അമ്പലത്തിനകത്ത് വെച്ചൊരു ഇളക്കം? ഒരുത്തി ഹായ് പറയുന്നു, തിരിച്ചു ചിരിച്ചോണ്ടൊരു ഹായ് പറയുന്നു. ആ അഞ്ജിതയായിട്ട് ഋഷി സാറിന് എന്താ ബന്ധം? അവളെ എങ്ങനെയാ പരിചയം? അതോ, അന്ന് ഞാൻ പറഞ്ഞില്ലേ ചെളിയറിച്ചപ്പോ ഒരു കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. ആ പെണ്ണാ അത്. ഓ, അപ്പൊ പുടവ കൊടുത്ത് കഴിഞ്ഞു. മനഃപൂർവ്വം ചെളി തെറിപ്പിച്ച് സോറി പറഞ്ഞതായിരിക്കും. എത്ര പെമ്പിള്ളേർക്ക് ഇതുപോലെ ഡ്രസ്സ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതെ, അവൾ എന്റെ അനിയത്തിയാണെന്നുള്ള കാര്യം അറിയാവോ? ഗോപിയുടെ അനിയത്തിയായിരുന്നു. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഏതായാലും ഇനി നമ്മൾ ഒത്തുപോകുന്ന എനിക്ക് തോന്നുന്നില്ല സാറേ. അവളെ വിളിച്ച കാറി കയറ്റി സ്ഥിരമായിട്ടും കൊണ്ടുപോയിക്കോ. ഡ്രസ്സോ ഓർണമെന്റ്സോ എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുത്തോ. ഏതായാലും പുടവ കൊടുത്തല്ലോ, ഇനി താലി കൂടി കിട്ടിയാൽ മതിയല്ലോ.
എന്നെ വിളിക്കുന്നേ? അവളെ തന്നെ വിളിച്ച പോരെ? ഇതുവരെ പിണക്കം മാറിയില്ലേ? ഞാൻ തന്നോട് സോറി പറഞ്ഞില്ലേ? അത് തന്റെ സിസ്റ്റർ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി. ശരി ശരി, ഇപ്പൊ ഒരു വലത്ത് തുടങ്ങി. എനിക്ക് ഇനി ഫോൺ എടുക്കാൻ പറ്റില്ല. എല്ലാ കുടുംബക്കാരും കൂടെയുണ്ട്, നമുക്ക് പിന്നെ കാണാം. അത് പറ്റില്ല. എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് നിന്നെ കാണണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഒരു മിനിറ്റ്, നീ വന്നേ പറ്റൂ. ഞാൻ വരാം. ചേട്ടാ, ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. ഊരുവെള്ളത്തിന് പോവാതെ ഇവിടെ എങ്ങോട്ടാ പോയത്? ചേട്ടാ, ഒരു ടീഷർട്ട് വേണം. അവരോട് പറഞ്ഞാൽ മതി. ചേച്ചി, ഒരു ബ്രാൻഡഡ് ടീഷർട്ട് വേണം. ഇവിടെ ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അയ്യോ, ശരി, ഇതിലെടുത്തോളൂ. ശരി. ചേച്ചി, വൈറ്റ് എടുക്കോ? ശരി. ഇത് കോട്ടനാ. ഓക്കെ, ഇത് പാക്ക് ചെയ്തോളൂ. ശരി. എത്രയാ? 800. എടോ പിണക്കപ്പെട്ടി, വഴിയിൽ വെച്ച് യാദൃശികമായിട്ട് ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് അശ്രദ്ധമായിട്ട് കുറച്ച് ചെളി തെറിച്ചു. ആ പെൺകുട്ടി തന്റെ അനിയത്തിയാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? പൂർണ്ണ മനസ്സോടെ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങി തന്നതാ ആ ഡ്രസ്സ്. ഈ നിസ്സാര കാര്യത്തിനൊക്കെ ഇങ്ങനെ പിണങ്ങാൻ തുടങ്ങിയാൽ എങ്ങനെയാ? ചെളി തെറിപ്പിച്ച ഒരു സോറി പറഞ്ഞാ പോരെ? അവന് ഡ്രസ്സ് വാങ്ങി കൊടുക്കണോ? ഞാൻ അവളോട് തൊഴുത് സോറി പറഞ്ഞതാ. അവള് കേക്കണ്ടേ? അല്ല, തന്റെ അല്ലേ അനിയത്തി? അവളും വാശിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. പിടിച്ച പിടിയാലല്ലേ എന്നെ കൊണ്ടുപോയി ഡ്രസ്സ് വാങ്ങിപ്പിച്ചത്. മറ്റാർക്കെങ്കിലും ഡ്രസ്സ് വാങ്ങി കൊടുത്താ എനിക്കെന്താ? അഞ്ചിതയ്ക്ക് തന്നെ ഋഷി സാർ വാങ്ങി കൊടുത്തല്ലോ. എനിക്ക് വിഷമം. ഈ അമ്പലം മുറ്റത്ത് വെച്ച് ദേവിയെ സാക്ഷി നിർത്തി ഞാൻ മാപ്പ് വയ്ക്കാം. വഴിക്ക് വെച്ച് കണ്ട പെണ്ണ് ഗോപിയുടെ അനിയത്തിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ കമ്പനിയിൽ തന്നെ എത്രയോ പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്, അതും അടിപൊളി സുന്ദരിമാര്. അവരോടൊന്നും എനിക്ക് ഇതുവരെ ഒരു അട്രാക്ഷനും തോന്നിയിട്ടില്ല. ലൈഫിൽ ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ, അതും വെരി ഫസ്റ്റ് ലുക്കിൽ ഇഷ്ടം തോന്നിയത്. അതെ, ഈ പിണക്കപ്പെട്ടിയോടായിപ്പോയി. ഓരോ നാട്ടിലും പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ അവിടെയുള്ള പെമ്പിള്ളേരെ വളയ്ക്കുന്നത്? അങ്ങനെ പെമ്പിള്ളേരെ വളച്ചെടുക്കുന്ന റോമിയോമാര് ഒരുപാട് കാണും. ഞാൻ ആ കൂട്ടത്തിൽ പെടില്ല. ഞാനെങ്ങനെ വിശ്വസിക്കും? ഒരു കാര്യം ചെയ്യാം, ദേവിയെ സാക്ഷിയാക്കിയല്ലേ നേരത്തെ സത്യം ചെയ്തത്. ഇത് നോക്കിയേ, വിവാഹം നടക്കാൻ വേണ്ടി പെൺകുട്ടികൾ ദേവിക്ക് സമർപ്പിച്ച താലിച്ചരടുകളാ. അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇതിന്നൊരു മഞ്ഞ ചരടെടുത്ത് എന്റെ കഴുത്തിക്കെട്ട്, എന്നാ ഞാൻ വിശ്വസിക്കാം.